ജിതിൻ പ്രദേശവാസിയാണ്, സമരത്തിൽ പങ്കെടുത്ത ആൾ കൂടിയാണ്. അദ്ദേഹം നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജിതിൻ, ഇന്ന് ഏത് സാഹചര്യം ഉണ്ടായത്? നിങ്ങൾ അവിടെ സമാധാനപരമായി പ്രതിഷേധിക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കളക്ടർ അങ്ങോട്ടേക്ക് എത്തണം എന്നുള്ളതായിരുന്നില്ലേ നിങ്ങളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ആവശ്യം? ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം, അതാണല്ലോ നിങ്ങളുടെ ആവശ്യം. അതെ 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 ഈ ലാസ്റ്റത്തെ ശാശ്വത പരിഹാരം വേണം. ഇപ്പോ മുമ്പ് സംസാരിച്ച MLA ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞു ഫണ്ടിൽ അവർക്ക് MLA ഫണ്ടിൽ നിന്ന് ഫെൻസിങ് ഇടാൻ വേണ്ടിയിട്ട് ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളും ഇതേപോലെയുള്ള വാഗ്ദാനങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങളെ കൂട്ടത്തു നിന്ന് ഓരോരുത്തരെ ആന ചവിട്ടി കൊല്ലുന്ന സമയങ്ങളിലാണ്. ഇപ്പൊ ഈ MLA ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞത് പിന്നെ ഒരു അവിടെ മണി എന്ന് പറഞ്ഞ ഒരാളെ, അതേപോലെ തന്നെ മോഹനൻ എന്ന് പറഞ്ഞ ആളെ കൊന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി ആൾക്കാർ, ഇപ്പൊ ലാസ്റ്റ് അർമുകേട്ടൻ എരുമകൊല്ലിയിൽ. അപ്പൊ ഇത്തരം ആൾക്കാർ, ഇങ്ങനെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ മരണപ്പെടുന്ന സമയങ്ങളിൽ വന്നിട്ട് എന്താ പറയാ, ഒരു പ്രശ്നത്തിനെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പോകുക എന്നല്ല, ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഇന്ന് മേപ്പാടി പോലീസ് സ്റ്റേഷനിലെ സറബ് സാറിന്റെ അടുത്ത്, SIന്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ CI അനിൽ സാറിന്റെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചതാണ്. ഈ സമരം തുടങ്ങുന്ന സമയത്ത് തന്നെ അവർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നിയമപാലകരാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ വന്ന സമയത്ത് ഞങ്ങൾ ഡിമാൻഡ് പറഞ്ഞതാണ്. ഞങ്ങളെ ആവശ്യം ഇപ്പോ എരുമക്കൊല്ലിയിൽ അർമുഖാട്ടിനെ ആക്രമിച്ചു കൊന്നിട്ടുള്ള ആനയാണ് ഞങ്ങളുടെ പ്രദേശത്ത് കറങ്ങി നടക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ബലമായ സംശയം. അത് ആധികാരികമായി പറയാൻ സംശയവും അതാണ്. കാരണം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ പേടിയാണ് പുറത്തിറങ്ങി സഞ്ചരിക്കാൻ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആവശ്യം വിടണം എന്നുള്ളത്. ഒന്നുകിൽ മയക്കുവെടി വെച്ചിട്ട് വിടുന്നതിന് മാറ്റുക, അതല്ലെങ്കിൽ ഉൾവനത്തിലേക്ക് കൊണ്ടുവിടുക. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ഉൾവനത്തിലേക്ക് കൊണ്ടുവിടുന്നതൊക്കെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അതൊരു പ്രഹസനം മാത്രമായി തുടരുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതിനൊരു പരിഹാരം വേണം. അതേപോലെ തന്നെ DFO ഉൾപ്പെടെയുള്ള ആൾക്കാർ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഭാഗമായി കൊണ്ട് ഇവിടെ വന്ന് ഒരുപാട് വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ജില്ലയുടെ കസ്റ്റഡി എന്ന് പറഞ്ഞ കളക്ടറാണല്ലോ, ഞങ്ങൾ കളക്ടറുമായിട്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ DFO അവിടെ സ്ഥലത്തെത്തിയിരുന്നു. ഡിമാൻഡുകൾ പറഞ്ഞു. ഞങ്ങൾ 2 ഡിമാൻഡാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, കുങ്കിയാന ഉൾപ്പെടെയുള്ള ആൾക്കാരെ മൊത്തമുള്ള RRT ടീമിനെയും സജ്ജീകരിച്ചുകൊണ്ട് ഡ്രോൺ സംവിധാനത്തിലൂടെ ആനേനെ സ്പോട്ടിലേക്ക് കയറ്റണം, അതല്ലെങ്കിൽ മയക്കുവെടി വെച്ചിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണം എന്നുള്ള ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇത് കളക്ടർ വന്നിട്ട് ഞങ്ങളെടുത്ത് പറയണം എന്നുള്ളതുമാണ്. ഇതാണ് ഞങ്ങൾ ഡിമാൻഡ്. ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ RRT ടീമിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇന്ന് തന്നെ സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ വന്നിട്ടുള്ള RRTക്കാർ എന്ന് പറയുന്നത് മുണ്ടക്കൈ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഗാർഡുമാരാണ്, ട്രെയിൻഡ് അല്ല. അതാണ് ഞങ്ങളുടെ ആക്ഷേപം. അതുകൊണ്ടാണ് ഞങ്ങൾ സമരം തുടരുന്നതും. ഇപ്പൊ ഞങ്ങളെ കുറച്ച് ആൾക്കാർ അറസ്റ്റ് ചെയ്ത് ഇവിടെ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക്, ഞങ്ങളെ വീട്ടിലുള്ള ഓരോ കുട്ടികളടക്കം ഇന്ന് ഈ റോഡിലേക്ക് ഇറങ്ങും. ഈ സമരം ഇന്നും കൊണ്ടും തീരാൻ പോകുന്നില്ല. നിരന്തരമായിട്ട് ഞങ്ങൾ ഈ സമരം